കർത്താവിൻ്റെ സാക്ഷിയായി ഭാരത മണ്ണിൽ വരികയും കർത്താവിൻ്റെ സുവിശേഷകനായി തൻ്റെ സുവിശേഷത്തെ അനേകരിലേക്ക് നൽകുവാൻ തക്കവണ്ണം പ്രാപ്തി നേടിയ ആ പരിശുദ്ധന്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ പെരുന്നാളുകൾ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത് ചോദിച്ചാൽ അത് പലപ്പോഴും നമുക്ക് പല കാരണങ്ങൾ പറയുവാനുണ്ടാകും. എന്നാൽ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ പെരുന്നാളുകളും നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനുള്ള പന്ഥാവാകണമെന്നാണ്. ഒരു വലിയ തീർത്ഥയാത്രയുടെ അനുഭവമായിരിക്കണം ഓരോ പെരുന്നാളിലൂടെയും ഞാനും നിങ്ങളും സ്വായത്തമാക്കേണ്ടത്. തീർത്ഥയാത്രയുടെ അർത്ഥം എന്ന് പറയുന്നത് തീർത്ഥത്തെ കൈക്കുമ്പിൽ പിടിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം ആരാധിച്ച് ആ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനുള്ളതായ പ്രയാണമാണ് തീർത്ഥയാത്ര. ഏതാണ് ആ ലക്ഷ്യസ്ഥാനം എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ കുരിശാണ്. ആ കുരിശിനോട് ചേർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് അവൻ ആർക്കു വേണ്ടി ബലിയായി തീർന്നുവോ ആ ബലി വസ്തുവിൽ ബലിയായി തീരുവാനുള്ള നിയോഗവും വിളിയുമാണ് യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസികൾക്കും ഉള്ളത്. ആ വിശ്വാസ അനുഭവത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഓരോ പെരുന്നാളുകളും നമ്മെ ക്ഷണിക്കുന്നത്. തകർന്നുപോയ വിശ്വാസ അനുഭവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ജീവിതാനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനുള്ളതായ വലിയ സാധ്യതകളാണ് ഓരോ വിശുദ്ധന്റെയും ഓർമ്മകൾ എന്ന് പറയുന്നത്. അവർ എങ്ങനെയാണോ ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയത്, ആ ക്രിസ്താനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമാകണം. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എവിടെയാണോ തകർന്നു പോയത് ആ തകർച്ചയെ തിരിച്ചറിയുവാനും അതിൽ നിന്ന് ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് കരകയറുമ്പോഴാണ് പെരുന്നാളുകളായി തീരുകയുള്ളൂ. പെരുന്നാൾ എന്ന വാക്കിനർത്ഥം നമുക്കറിയാം വലിയ ദിവസം എന്നാണ്. ഏതാണ് ആ വലിയ ദിവസം? ഉയർപ്പാണ്. ഉയർപ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തകർച്ചയിൽ നിന്ന്, തളർച്ചയിൽ നിന്ന്, പാപാനുഭവങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പിലേക്ക്, ആ രക്ഷണ്യമായ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുന്നതായിരിക്കണം ഓരോ പെരുന്നാളുകളും. അപ്പോഴാണ് വിശുദ്ധന്മാരുടെ നാമം, ശുദ്ധിമതികളുടെയും സഹദേന്മാരുടെ നാമത്തിലുള്ള ഓർമ്മകൾക്ക് സാക്ഷ്യമുണ്ടാവുകയുള്ളൂ. സാക്ഷ്യമുള്ളതായ ഒരു നിയോഗമാണ്, ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്ന് കർത്താവ് പറയുന്നത്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യമാണ്. വളരെയധികം കേട്ടിട്ടുള്ളതും പരിചിതമായ ഒരു വേദഭാഗമാണ്. പെന്തക്കോസ്ത് ഉയർപ്പിന് ശേഷം വരുന്ന ഞായറാഴ്ച, പുതിയ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്നതും ഈ വേദഭാഗം തന്നെയാണ്. ഇവിടെ കർത്താവ് തോമാസ് ലീഹായെ ബലപ്പെടുത്തിയതിന്റെ ഓർമ്മ കൂടിയാണ്. ഇവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: കർത്താവ് ഉയർത്തെഴുന്നേറ്റതായ ആ ദിവസം സന്ധ്യയ്ക്ക് വാതിലുകൾ അടച്ചിരിക്കെ അവരുടെ മധ്യേ കർത്താവ് എന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനമെന്ന്. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മെ സന്ദർശിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്നും ബോധ്യമുണ്ടാകണം. നമ്മെ മറന്നുപോയ ക്രിസ്തുവല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് കടന്നുപോയ ക്രിസ്തുവിനെ അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിലേക്ക് ഓടി വരുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ ഓരോരുത്തരും സാക്ഷീകരിക്കുന്നത്. കർത്താവിന്റെ സ്നേഹന്മാരും വിശുദ്ധന്മാരും ശുദ്ധിമതികളൊക്കെയും അവരുടെ പ്രാർത്ഥനകളും അവരുടെ ജീവിതവും ആ ഒരു ലക്ഷ്യത്തിന്റെ അനുഭവത്തിലായിരുന്നു. ഞങ്ങളെ അറിയുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്ന ഒരു ക്രിസ്തുവാണ് ഞങ്ങളെ നയിക്കുന്നത്. അവന്റെ കുരിശിലാണ് ഞങ്ങൾ ശരണപ്പെടുന്നത്. അവന്റെ സഹനമാണ് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നത് എന്ന് കർത്താവ് പറയാണ്, നിങ്ങൾക്ക് സമാധാനമെന്ന്. അവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ആ കർത്താവിന്റെ 11 ശിഷ്യന്മാർ കർത്താവിൽ നിന്ന് ലഭിച്ചതായ ഊർജം ഉൾക്കൊണ്ട് ആവേശത്തോടെ നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നില്ല. ഭയന്ന് വിറച്ച്
തൻ്റെ നാഥന്റെ നഷ്ടവും തൻ്റെ നാഥൻ അനുഭവിച്ച പീഡാനുഭവങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കർത്താവ് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനമെന്ന്. അവിടെയാണ് ക്രിസ്തുവിന്റെ വരവിന്റെ അനുഭവം എന്ന് പറയുന്നത്. തകർന്നിരിക്കുന്നവന് സമാധാനം നൽകുന്നവനാണ് ക്രിസ്തു. നൊമ്പരപ്പെട്ടിരിക്കുന്നവനും സഹനാനുഭവത്തിലൂടെ കടന്നു പോകുന്നവനും സാക്ഷിയാകുന്നവനാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പെരുന്നാളിൽ നമുക്ക് ഫലങ്ങൾ ഉണ്ടാകുന്നത്? ഓരോ വഴിപാടുകളിലും നമുക്ക് എന്തുകൊണ്ടാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ സാക്ഷ്യത്തിന്റെ അനുഭവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ ക്രിസ്തുവിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിലുള്ളതായ യഥാർത്ഥ സാക്ഷ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഫലങ്ങളായി ഉണ്ടാകും. പ്രാർത്ഥനയുടെ ഫലങ്ങൾ നമ്മിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജീവിക്കുന്നവനെ ക്രിസ്തുവുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. നമ്മെ അറിയുന്ന, നമ്മെ തേടിയെത്തുന്ന, നമ്മുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ക്രിസ്തുവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പീഡാനുഭവത്തിലും ദുഃഖത്തിലും തകരുന്ന അനുഭവമല്ല, അതിനപ്പുറമായി രക്ഷയുടെ അനുഭവം ഉണ്ടാകുവാൻ ഇടയാണ്. അതെങ്ങനെയാണ് സാധ്യമാകുക? കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ മുറിവിനെ കാണുക എന്ന്. കർത്താവിന്റെ ശിഷ്യന്മാരുടെ സമാധാനം ആശംസിച്ചതിന് ശേഷം പറയുന്ന വാക്ക് അതാണ്, നിങ്ങൾ എൻ്റെ മുറിവിനെ കാണുക. കർത്താവിന്റെ മുറിവിനെ അന്വേഷിക്കുന്നവന് ലഭ്യമാകുന്ന കൃപയാണ് പരിശുദ്ധാത്മാവിന്റെ അനുഭവം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഞാനും നിങ്ങളും ഈ പെരുന്നാൾ സംബന്ധിച്ച് തിരിച്ചു പോകുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ്, കർത്താവ് നൽകിയത് ആ കൃപയുടെ അനുഭവത്തിലേക്ക് പാത്രമായി തീരണമെങ്കിൽ അവന്റെ മുറിവിനെ അന്വേഷിക്കുവാൻ കടപ്പെട്ടവരുമായി തീരണം. ഇന്ന് പലപ്പോഴും നമ്മുടെ മുറിവുകളെ കുറിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും വേദനയുള്ളത്. ദൈവമേ, ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുവാൻ സാധിക്കുക? ഈ നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും സാക്ഷികളായി തീരുവാൻ സാധിക്കുക? ഇതാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ പലപ്പോഴും അടച്ചിട്ട മുറികളുടെ അനുഭവമാണ്. വിശാലമായ സ്വർഗീയ അനുഭവത്തിന് സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടവർ ഭയന്ന് വിറങ്ങലിച്ച് തന്റെ ചിന്തയും തന്റെ സ്വപ്നങ്ങളുമൊക്കെ തകർന്നിരിക്കുന്നവന്റെ സാക്ഷ്യമാണ് പലപ്പോഴും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുന്നത്. നിരാശയുടെ അനുഭവത്തിന് പകരം എൻ്റെ ക്രിസ്തു ജീവിക്കുന്നവനാണ് എന്ന ബോധ്യമുണ്ടായാൽ അവിടെ പ്രത്യാശയും രക്ഷയും ഉണ്ടാകും. ആ രക്ഷയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ എന്ന് പറയുന്നത്. കർത്താവിന്റെ ശിഷ്യനായ തോമാസ് സ്ലീഹ അക്കൂട്ടത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. തന്റെ സ്ലീഹന്മാർ കർത്താവിന്റെ ശിഷ്യനായ തോമാസ് സ്ലീഹയോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, അവന്റെ വിശുദ്ധമായ അനുഭവത്തെ ഞങ്ങൾ തൊട്ടറിഞ്ഞു. അപ്പോൾ പറയുകയാണ്, അവന്റെ മുറിവിനെ ഞാൻ അറിയാതെ, അവന്റെ സഹനത്തെ ഞാൻ സ്പർശിക്കാതെ എനിക്ക് എൻ്റെ ക്രിസ്തുവിലുള്ളതായ സാക്ഷ്യമായി തീരുവാൻ സാധ്യമാകില്ല. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അവന്റെ മുറിവിനെ അന്വേഷിക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധ്യമാകണം. മറ്റുള്ളവന്റെ എക്സ്പീരിയൻസിൽ നിന്നല്ല ഞാൻ ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത്. വ്യക്തിപരമായ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കർത്താവിനെ മനസ്സിലാക്കുമ്പോഴാണ് അവന്റെ കുരിശിനെ ചുമക്കുവാൻ, അവന്റെ സഹനത്തോട് ചേർത്ത് നിൽക്കുവാൻ, അവന്റെ വേദനകളെ പങ്കിടുവാൻ എനിക്ക് സാധ്യമാകുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്താവ് തന്റെ കുരിശാരോഹണത്തിലേക്ക് യാത്ര തിരിക്കുന്ന സമയം കുറേനേക്കാനെ ശീമോനോട് പടയാളികൾ നിർബന്ധിക്കുന്നുണ്ട് ഇവന്റെ കുരിശിനെ ചുമക്കുവാൻ. പലപ്പോഴും അതിനു മുമ്പ് പലരോടും പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ ഇവന്റെ കുരിശിനെ ചുമക്കുവാൻ, ഇവനൊന്ന് സഹായിക്കുക. എന്നാൽ ആ വലിയ സമൂഹം ആക്രോശിച്ചപ്പോൾ, ആ വലിയ സമൂഹം അധികമായി അവനെ പീഡിപ്പിച്ചപ്പോൾ ഭയന്നു മാറിയതും പുച്ഛിച്ചു മാറിയതുമായ അനേകരുണ്ടാകാം. എന്നാൽ കുറേനേക്കാണ് ശീമോൻ ആ നിർബന്ധത്തെ ഏറ്റു. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ വിളി. ക്രിസ്തുവിന്റെ കുരിശിനെ ചുമക്കുവാനുള്ള വിളിയാണ്. അവന്റെ കുരിശിനെ സഹായിക്കുവാനുള്ളതായ അനുഭവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വേദനയും സഹനവും. ആ സഹനത്തിന് സാക്ഷിയാകുമ്പോഴാണ് തോമാസ് സ്ലീഹ പറഞ്ഞത്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഏറ്റുപറയാൻ സാധിക്കൂ. അവന്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, നീ എൻ്റെ മുറിവിനെ കാണുക.
8 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും സമയം കൊടുക്കുകയാണ്. എൻ്റെ മുറിവിനെ കാണുക, നീ പരിശുദ്ധാത്മാവിനെ നേടുക. തോമസ് ലീഹ പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. മൂന്നാമത് ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഏറ്റുപറയുവാനുള്ള ഉത്തരവാദിത്വവും അത് തന്നെയാണ്. അവന്റെ മുറിവിനെ സ്പർശിക്കുന്നവന്, അവന്റെ മുറിവിനോട് ചേർത്ത് അവന്റെ ജീവിതത്തെ വായിക്കുന്നവന് ലഭിക്കുന്ന കൃപയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന സാക്ഷ്യം. വിശുദ്ധനായ ബിഷപ്പ് സുൽത്താൻ ജഷീൻ പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹത്തിന്റെ മൺപാത്രത്തിലെ നിധി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതുന്നുണ്ട്: കർത്താവ് നമ്മെ സ്വീകരിക്കുവാൻ വരുമ്പോൾ ഒരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെന്താണ് ആ പരിശോധന എന്ന് ചോദിച്ചാൽ, അവന്റെ കുരിശടയാളം വഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ആ പരിശോധനയിലാണ് യഥാർത്ഥത്തിൽ സാക്ഷ്യം എന്ന് പറയുന്നത്. ആ പരിശോധനയാണ്, ആ കുരിശാണ് നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യം. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പെരുന്നാൾ വന്ന് സംബന്ധിക്കുമ്പോൾ നമ്മിലുണ്ടാകേണ്ടതായ നിയോഗം, ഒന്ന്, കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകണം. അടച്ചിട്ട മുറികളുടെ അനുഭവമല്ല, തുറക്കപ്പെട്ടതായ പ്രത്യാശയുടെ മുറികളുടെ ഭാഗമായി തീരുവാൻ സാധ്യമാകണം. അത് സാധ്യമാകണമെങ്കിൽ ഒന്ന്, അവന്റെ മുറിവിനെ അറിയുവാൻ ധൈര്യമുണ്ടാകണം. കർത്താവിനെ രുചിച്ചറിയുന്നവരാണ്, എന്നാൽ അവന്റെ മുറിവിനെ അന്വേഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ? ആ സാധ്യതയുള്ളവന് ലഭിക്കുന്ന കൃപയാണ് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ. ദുഃഖവും ഞെരുക്കവും ഉണ്ടാകാം, നമ്മെ ഓരോരുത്തരും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിനപ്പുറമായി ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ എങ്ങനെയാണ് അതിനെ നിരാശയോടെ സ്വീകരിക്കാൻ സാധിക്കുക? ആ പ്രത്യാശയോടെ സ്വീകരിക്കുമ്പോഴാണല്ലോ അവന്റെ കുരിശ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയുള്ളൂ. അപ്രകാരം വിളിക്കപ്പെട്ടവന്റെ നിയോഗമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന സാക്ഷ്യം. ഇത് സാധ്യമാകുമ്പോഴാണ് ഓരോ പെരുന്നാളുകളും അനുഗ്രഹത്തിൻ്റെതായി തീരുകയുള്ളൂ. അല്ല എങ്കിൽ എല്ലാ വർഷത്തെയും പോലെ കൂടി വന്ന് ആഘോഷപരമായി തിരിച്ചു പോകും. അനുതാപത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കുരിശ് നമ്മെ തേടിയെത്തണം. ദുഃഖം നമ്മെ ഓരോരുത്തരും ആശ്വസിപ്പിക്കണം. ക്രിസ്തുവിൽ നമ്മൾ ഓരോരുത്തരും ധൈര്യപ്പെടണം. അതാണ് പെരുന്നാളിൻ്റെ മർമ്മം. ഇത് സാധ്യമാകുമ്പോഴാണ് വിശുദ്ധന്മാരുടെ ഓർമ്മകൾ നമുക്ക് ബലമാവുകയുള്ളൂ. ഇത് സാധ്യമാകേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ.